ടെപ്റ്റിക് സ്പഞ്ചിങ് ഒക്കെ ചെയ്തിട്ടും കുട്ടിയുടെ ടെമ്പറേച്ചർ താഴത്തേക്ക് വരുന്നില്ല. സ്റ്റിൽ ഒരു 101 എബോ ഒക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനാണ് പാരസെറ്റമോൾ സിറപ്പ് കൊടുക്കുക എന്നത്. നമ്മളെല്ലാവരും വീട്ടിൽ കാണുന്ന മരുന്നാണ് പാരസെറ്റമോൾ. ഇനി പക്ഷേ ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൂടി നമ്മൾ അറിയേണ്ടത്. ഈ പാരസെറ്റമോൾ യൂഷ്വലി നമ്മൾ കൊടുക്കുന്നത് കുട്ടിയുടെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ 1 കിലോഗ്രാമിന് 10 to 15 മില്ലിഗ്രാം എന്നുള്ള രീതിയിലാണ് പാരസെറ്റമോൾ സിറപ്പ് നമ്മൾ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 10 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ നമുക്ക് ഒരു ഡോസിൽ ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു 150 മില്ലിഗ്രാം കൊടുക്കേണ്ടതുണ്ട്. അതായത് 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം. അങ്ങനെ വരുമ്പോൾ 10 കിലോ ഉള്ള കുട്ടിക്ക് 150. അങ്ങനെ മാക്സിമം നമുക്ക് 4 പ്രാവശ്യം കൊടുക്കാം. അതായത് ഒരു ദിവസം നമ്മൾ മാക്സിമം പെർമിറ്റഡ് ആയിട്ടുള്ള ഡോസ് 60 മില്ലിഗ്രാം പെർ കിലോഗ്രാം. അതായത് ഒരു 600 മില്ലിഗ്രാം 10 കിലോ ഉള്ള കുട്ടിക്ക് ഒരു ദിവസം നമുക്ക് മാക്സിമം ഡോസേജ് കൊടുക്കാം. അതിനെക്കാട്ടും കൂടുതലാവാൻ പാടില്ല, കുറയാനും പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പനി കുറഞ്ഞെന്ന് വരത്തില്ല കുട്ടിക്ക്, അത് എഫക്റ്റീവ് ആവത്തില്ല. ഇനിയിപ്പോൾ കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാരസെറ്റമോളിനെ മെറ്റാബോളൈസ് ചെയ്യാൻ നമ്മുടെ ബോഡിയിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഗ്ലൂട്ടാത്തയോൺ. അപ്പൊ അത് സ്റ്റോർഡ് ആണ്, ലിവറിലാണ് ആ സാധനം സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുപാട് പാരസെറ്റമോൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ ആ പാരസെറ്റമോളിനെ മൊത്തം ചിലപ്പോൾ ഇത് മെറ്റാബോളൈസ് ചെയ്യാനുള്ള ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവില്ല, അത് ഡിപ്ലീറ്റഡ് ആവും. അങ്ങനെ വരുമ്പോൾ ഈ പാരസെറ്റമോൾ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ലിവറിന് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഡോസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. 10 to 15 മില്ലിഗ്രാം പെർ കിലോഗ്രാം. അതിലൊരിക്കലും കൂടാൻ പാടില്ല.